ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ റെസിപ്പി എഗ് മോളയാണ്. അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. അതിനായി ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട അത് ഇതിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് മുട്ടയൊന്ന് നടുവേ കീറിയിട്ട് നമുക്ക് ഇതിനകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ മുട്ട ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കാം. കറുവപ്പട്ട, തക്കോലം, ഗ്രാമ്പൂ, ഏലക്ക ഇവയെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഒരു 1.5 സവാളയാണ്. അത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളകല്ലാതെ നമ്മൾ ഇതിനകത്ത് വേറൊരു മുളക് പൊടിയൊന്നും ചേർക്കാത്തത് കൊണ്ട് നിങ്ങളുടെ എരിവ് എത്രയാണോ അതിനനുസരിച്ചുള്ള പച്ചമുളക് നിങ്ങൾക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇവയെല്ലാം ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഇളക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ച് മുട്ടയും കൂടിയിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വളരെ കുറച്ച് അളവിൽ മാത്രമേ തക്കാളി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് 2ാം പാലിനകത്ത് ഇത് കിടന്നൊന്ന് വെന്ത് വരട്ടെ. ഇനി നമുക്ക് തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തിട്ട് ഒരുപാടൊന്നും തിളച്ച് പോകണ്ട. തിളച്ച് അത് പൊട്ടിപ്പിരിഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് മോളി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ.